ഞാൻ ചോദിച്ചു വാങ്ങിച്ച 2 മിനിറ്റാണ്. സി രാധാകൃഷ്ണൻ മാസ്റ്റർ ചെറുതെ കാലമായിട്ട് എനിക്കറിയാം. നോവലിസ്റ്റ് എന്ന രൂപത്തിൽ ആണ് ഞാൻ അദ്ദേഹത്തെ മനസ്സിലാക്കിയിട്ടുള്ളത്. പക്ഷെ അദ്ദേഹം ശാസ്ത്രകാരനാണ്, ശാസ്ത്ര രംഗത്ത് പ്രവർത്തിച്ചിട്ടുള്ള ആളാണ്. വലിയ ഉന്നതമായ സ്ഥാനത്ത് ഉണ്ടായിരുന്ന ജോലി രാജിവെച്ച് എഴുത്തിനായിട്ട് പുറത്തിറങ്ങിയ ആളാണ്. ഇതെല്ലാം എനിക്കറിയാം, എല്ലാം ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. പക്ഷെ ഇത് മാതൃഭൂമിയിലെ അകത്തെ ഫുൾ പേജുകൾ വായിച്ചപ്പോൾ വളരെ വിശദമായിട്ട് ഇത് കൊടുത്തിട്ടുണ്ട്. വാസ്തവത്തിൽ വലിയൊരു ബോംബിടലാണ് നടത്തിയത് രാധാകൃഷ്ണൻ മാസ്റ്റർ. കാരണം നമ്മുടെ ഇന്ന് വരെയുള്ള പ്രപഞ്ച രഹസ്യങ്ങളെ കുറിച്ചുള്ള ചിന്തകളെ മുഴുവൻ ഇളക്കി മറിക്കുന്ന, ഇതെല്ലാം തകിടം മറിക്കുന്ന രീതിയിലുള്ള കണ്ടുപിടുത്തങ്ങളാണ്. അതായത് ശൂന്യതയിൽ നിന്ന് ജീവജാലങ്ങളെല്ലാം പുറപ്പെട്ട് ഒരു പരിധി എത്തിക്കഴിയുമ്പോൾ അവ ജീവത്തായി മാറി മരണം കൊണ്ട് വീണ്ടും ശൂന്യതയിലേക്ക് പോകുന്നുണ്ട്. ഈ ഉപനിഷത്തുകളില് അത് എഴുതിയ ആളുകള്, സിദ്ധന്മാരായ യോഗികള് എഴുതിയിരിക്കുന്നത് ഈശ്വരനെ അന്വേഷിച്ചിട്ട് പുറപ്പെട്ടിട്ട് ഒരു സ്ഥലത്ത് ചെന്നപ്പോ ഇതാണ് ഈശ്വരൻ, നേതി ഇതല്ല, അടുത്തത് നോക്കിയിട്ട് നേതി ഇതല്ല, ഇവിടെയുമല്ല അവിടെയുമല്ല, ഇവിടെ ഈശ്വരൻ. നിരീശ്വരമാണെന്നല്ല ഈ പറയുന്നത്. അപ്പോ ഈശ്വരനെ കണ്ടുപിടിക്കാനുള്ള ഒരു യാത്രയാണ് ഉപനിഷത്തുകൾക്ക് വായിച്ച് കിട്ടുന്നതാണ്. എന്റെ പരിമിതമായ അറിവുകൊണ്ട് എനിക്ക് മനസ്സിലായതാണ്. ഇത് ഈ രാധാകൃഷ്ണൻ മാഷ് ഒരു സവ്യസാചിയാണെന്ന് ഞാൻ പറയുകയാണ്. അങ്ങനെയാണ് സത്യം. കാരണം 2 കൈ കൊണ്ട് അമ്പ ചെയ്യുന്ന ആളെയാണ് മഹാഭാരതത്തിലെ അർജുനനെ സവ്യസാചി എന്ന് വിളിക്കുന്നത്. വേറെ ആരും വിളിക്കുന്നില്ല. മഹാഭാരതത്തില് അർജുനനെ വ്യാസഭഗവാൻ അവതരിപ്പിക്കുന്നത് സവ്യസാചി, 2 കൈ കൊണ്ട് അമ്പ എറിയുന്നതാണ്. ശാസ്ത്രവും സാഹിത്യവും വാസ്തവത്തിൽ വിജ്ഞാനത്തിൽ 2 ശാഖകളാണ്. 2 കൈയായിട്ട് തന്നെ നിൽക്കുകയാണ്. ഇത് 2 ഏകോപിപ്പിച്ച് 2 കൈവശമാക്കി കൊണ്ടുപോകാൻ സാധിക്കുന്ന അസാധാരണന്മാരായ ആളുകളെ ഉള്ളൂ. ഇപ്പൊ ഡോക്ടർ കെ ബഷീർ നായർ ശാസ്ത്രം പഠിപ്പിച്ച ആളാണ് ജീവിതകാലത്ത്. ഡയറക്ടർ പൂരത്തിന്റെ ശ്രീകൃഷ്ണനായ അദ്ദേഹം നല്ല ലേഖനങ്ങൾ എഴുതിയിട്ടുണ്ട്, നല്ല ഭാഷയൊക്കെയാണ്. പക്ഷെ ഒന്നും കണ്ടുപിടിച്ചിട്ടില്ല. NV ശിവാനിക്ക് 8-10 ഭാഷ അറിയാവുന്ന ആളായിരുന്നു. അദ്ദേഹം ശാസ്ത്രീയ ലേഖനങ്ങൾ എഴുതിയിട്ടുണ്ട്, പക്ഷേ ഒന്നും കണ്ടുപിടിച്ചിട്ടില്ല. ഞാൻ മഹാരാജ് കോളേജിൽ പഠിച്ചുകൊണ്ട് എനിക്കറിയാം, ഫിസിക്സ് കെമിസ്ട്രി ഡിപ്പാർട്ട്മെന്റ് അറിഞ്ഞു പോകുമ്പോൾ കോട്ടും പാറ്റും ടൈയും ഓവർകോട്ടും ഒക്കെ ഇട്ട് മാഷന്മാർ നടക്കുന്നത് കണ്ടാൽ അവർ വലിയ ശാസ്ത്രകാരന്മാരെ എന്തോ കണ്ടുപിടിച്ചെന്നുള്ള രീതിയിലാണ്. ഞാൻ അന്നൊക്കെ മാഷന്മാർക്ക് അടുത്ത് പെരുമാറാൻ പേടിയുണ്ട്. ഇതെല്ലാം കഴിഞ്ഞ് പിന്നീട് പഠിച്ചു കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോൾ ഞാൻ ഒരു മാഷന്റെ ഗവൺമെന്റ് ഞാൻ ചോദിച്ചു, സാർ എന്തെങ്കിലും കണ്ടുപിടിച്ചിട്ടുണ്ട്? അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഹൈഡ്രജൻ ഒരു പഠിപ്പിക്കുകയാണ്. അപ്പൊ അത് ഈ സിങ്ക് ഈ ഭാഷ കണ്ടുപിടിച്ചതല്ല, ഹൈഡ്രജൻ ഈ ഭാഷ കണ്ടുപിടിച്ചതല്ല. എന്തെങ്കിലും കണ്ടുപിടിക്കുന്ന ആളാണ് ശാസ്ത്രജ്ഞൻ. വാസ്തവത്തിൽ നോബൽ സമ്മാനാർഹനായ ഒരാളായി ഇരിക്കുന്നത്. ഈശ്വരൻ സജീവനാണെങ്കിൽ, ദൈവത്തിന്റെ സാന്നിധ്യം ഈ പ്രപഞ്ചത്തിൽ ഉണ്ടെങ്കിൽ അദ്ദേഹം അർഹനാണ്. കിട്ടുമെന്ന് ഞാൻ കിട്ടുമെന്നുള്ളതാണ് നോബൽ സമ്മാനത്തിനർഹനാണ്. പക്ഷെ നമ്മുടെ ഈ കേരളത്തില് ഒരാൾ എത്ര കഴിവുള്ളവനാണെങ്കിലും അവനെ ആ ആളെ പ്രൊജക്ട് ചെയ്ത് ലോകത്തിന് മുമ്പിൽ അവതരിപ്പിക്കാൻ ഒരു സംവിധാനവുമില്ല. മാതൃഭൂമി ആ ലേഖനം എഴുതിയത് എനിക്ക് വളരെ സന്തോഷം തോന്നി. അർഹതയുള്ള ഒരാളെ അംഗീകരിക്കാൻ, അത് ലോകത്തെ മുഴുവൻ അറിയിക്കാനായിട്ട് തയ്യാറായല്ലോ. അതിനുള്ള സന്തോഷം കൊണ്ട്, അഭിനന്ദനം കൊണ്ട് അത് അറിയിക്കാനാണ് ഞാൻ ഇവിടെ 2 വാക്ക് വേണമെന്ന് ചോദിച്ച് വാങ്ങിച്ചത്. അദ്ദേഹത്തിന്റെ നോവലുകൾ ഞാൻ വായിച്ചത് 1965 മഹാരാജ് കോളേജിൽ പഠിക്കുമ്പോഴാണ്. ആദ്യത്തെ നിഴൽപ്പാടുകൾ ചെറിയ പുസ്തകമാണ്, ചെറിയ നോവൽ. പക്ഷെ ഇത് മനോഹരമാണെന്നറിയാമോ? അരിയരസ് വന്ന നന്ദി, മുമ്പേ പറക്കുന്ന പക്ഷികൾ, തേക്കൽ കടഞ്ഞ തിരുമധുരം, ഇങ്ങനെയുള്ള വളരെ അധികം പ്രാഗൽഭ്യം നേടിയ എഴുത്തുകാർക്ക് മാത്രം സാധിക്കുന്ന രീതിയിലുള്ള മനോഹരങ്ങളായ ദാർശനിക തലമുള്ള നോവലുകൾ അദ്ദേഹം എഴുതിയിരിക്കുന്നത്. മലയാള നോവൽ സാഹിത്യത്തിന്റെ നിലയിൽ തന്നെ മുൻനിരയിൽ വെക്കാവുന്ന പുസ്തകങ്ങളാണ്. അങ്ങനെയുള്ള ഒരു വലിയ ആളെയാണ് നമുക്ക് ഈ ചെറിയ വായനശാലയുടെ നമ്മൾ ചെറിയ ആളുകൾ സന്നിധിയിൽ കിട്ടിയിരിക്കുന്നത്. നമ്മളിന്ന് വളരെയധികം ആരാധ്യരായി തീർന്നിരിക്കുകയാണ്. നമ്മളെ ആരാധ്യരായി തീർന്നിരിക്കുന്നത്
നമ്മളെ ബഹുമാനിതരായി തീർന്നിരിക്കുന്നത്. അദ്ദേഹത്തിന് എല്ലാവിധ ഭാഗ്യങ്ങളും നേരുന്നു. ജഗദീശ്വരത്തിന് ദീർഘായുസും ആരോഗ്യവും ഐശ്വര്യവും ഇനിയും അനേകം കണ്ടുപിടുത്തങ്ങൾക്ക് ഉള്ള അവസരം നൽകട്ടെ. ലോകം അറിയുന്ന ശാസ്ത്രകാരനായിരിക്കണമെന്ന് അഭിനന്ദിച്ചുകൊണ്ട് ഞാനത് പങ്കെടുത്തിരിക്കുന്നു. അടുത്തത്